മനോഹരവും മാധുര്യകരവുമായ പഴയ ക്രിസ്തീയ കീർത്തനങ്ങളുടെ അവതരണവുമായി മഞ്ഞുതുള്ളികൾ എന്ന പ്രോഗ്രാമിൻ്റെ ഒരു എപ്പിസോഡ് കൂടെ ഇതാ നിങ്ങളുടെ മുന്നിലെത്തുന്നു. ഏവർക്കും ഈ മഞ്ഞുതുള്ളികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ബഹുമാനപ്പെട്ട മാത്യു ഡാനിയൽ അച്ഛനുണ്ട്. പഴയ ക്രിസ്തീയ കീർത്തനങ്ങളുടെ മനോഹാരിതയും മാധുര്യവും ആഴവും പരപ്പും നമുക്ക് വ്യക്തമാക്കി തരുവാൻ തക്കവണ്ണം അച്ഛൻ നമ്മോടൊപ്പം ആയിരിക്കുന്നു. അച്ഛ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഈ അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ വളരെ ഇതുപോലെ മനോഹരവും അർത്ഥവത്തായും ഒരു ഗാനം. ഈ ഗാനത്തെക്കുറിച്ച്, ഈ ഗാനത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ എന്തായിരിക്കും അച്ഛന് പറയാനുള്ളത്? ഈ ഗാനം നിശ്ചിതമായൊരു സന്ദർഭത്തിൽ എഴുതപ്പെട്ട ഗാനമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഗാനം രചിച്ചത് ഒരു സുവിശേഷകനാണ്. അദ്ദേഹത്തിൻ്റെ പേര് മുട്ടം ജോൺ വറീസ് എന്നാണ്. അത് പലർക്കും അറിയില്ലെന്ന് തോന്നുന്നു. പക്ഷേ അദ്ദേഹം സുവിശേഷ രംഗത്ത് അറിയപ്പെടുന്നത് മുട്ടം ഗിവറീച്ചൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈയക്തികമായ അനുഭവത്തോട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ഗാനം രചിച്ചിരിക്കുന്നത് പറയുന്നത്. അദ്ദേഹം വലിയൊരു ഗാനം എഴുതാമൊന്നുമല്ല, പക്ഷേ 136ഓളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഏതാനും നല്ല പാട്ടുകളുണ്ട്. നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഏറ്റവും നല്ല പാട്ടുകളൊന്നാണ് സാറുപ്പ എന്നോട് പറഞ്ഞ് അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജം എന്ന് പറഞ്ഞ്. വൈയക്തികമായ അനുഭവം എന്ന് പറയാനുള്ള കാരണം അദ്ദേഹം സുവിശേഷത്തിന് വേണ്ടി എല്ലാം ത്യജിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ വീടും സ്വത്തുക്കളുമൊക്കെ സുവിശേഷത്തിന് വേണ്ടി ത്യജിച്ച് ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണ്. ഭാര്യയുമുണ്ട്, കുഞ്ഞുങ്ങളുമുണ്ട്. അപ്പോൾ അത് ജീവിതത്തിൻ്റെ ഏറെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും സങ്കടങ്ങളുമൊക്കെ സ്വാഭാവികമായിട്ട് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ കഴിഞ്ഞുപോയ വസന്തകാലത്തെക്കുറിച്ച് ഓർമ്മിച്ചിട്ട് പരിതപിക്കുന്ന സമയത്ത് ഈ ഭാര്യയെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി പാടുന്നൊരു പാട്ടാണിത്. അഴലേറുന്ന ഈ ജീവിത വരവിൽ, അല്ലെങ്കിൽ സഹജ പറയുമ്പോൾ സഹോദരി നീ തളരുകയാണോ, കാരണം നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ഇതാണ് ആ പാട്ടിൻ്റെ ഹൃദയഭാവം എന്ന് പറഞ്ഞ ഇതാണ്. പ്രത്യാശ തുളുമ്പി നിൽക്കുന്നത്. അതെ, നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് ആ ദൈവം അന്ത്യം വരെ വഴുതാതെ നിന്നെ കാക്കുന്നു. അപ്പോൾ ജീവിതം ഒരു യാത്രയാണ്. ഈ യാത്രയിൽ കൂരുള്ള താഴ്വരയുണ്ട്. അഴലേറുന്ന ജീവിതം മരുഭൂമിയിലൂടെയാണ് ഈ യാത്ര. പക്ഷെ അവിടെ പട്ടുപോകാതെ പരിരക്ഷിക്കാൻ നമ്മെ വിളിച്ചവനായ ദൈവത്തിന് കഴിയും. അവൻ പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി പ്രകാശം ചൊരിയുകയും തണൽ വിരിക്കുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു ദൃഢമായ വിശ്വാസമുണ്ട്. ആ ദൃഢമായ വിശ്വാസത്തിൽ നിന്ന് ഉറവെടുത്ത അതിമനോഹരമായൊരു ഗാനമാണ് ഇത്. ഞാൻ പറഞ്ഞത് അനുഭവത്തിൽ നിന്ന്. അതുകൊണ്ടാണ് ഈ അനുഭവത്തിൽ നിന്ന് ഉറവെടുക്കുന്ന ഗാനം കുറച്ചുകൂടെ തീവ്രതയുണ്ട്, ഭയങ്കര ആത്മാവാണ്. ഉണ്ട്. ഇത് വളരെയേറെ ശ്രേഷ്ഠമാണെന്ന് പറയാൻ കഴിയില്ല പോലും ഒരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ ഉള്ളിലേക്ക് കിനിഞ്ഞിറങ്ങുന്ന ഒരു ഗാനമാണ്. അത് അതിൻ്റെ വാക്കുകളും അത് തന്നെ, അതിൻ്റെ രാഗവും അത് തന്നെ. നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം. ജീവിത മരുവിൽ നീ തളരു
അച്ഛാ, അതുപോലെ സാധു കൊച്ചുഞ്ഞുദേശിയുടെ ഒരു മനോഹര ഗാനമുണ്ട്, ഞാൻ മോക്ഷപട്ടണം പോകുന്നു. ഈ ഗാനം എന്താണ് സംവദിക്കുന്നത് എന്ന് ഒന്ന് പറയാൻ പറ്റാ? സാധു കൊച്ചുദേശിയുടെ ജീവിതത്തെയും ദർശനത്തെയും നന്നായി പ്രകടമാക്കുന്ന ഒരു പാട്ടാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മലയാള ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ അപൂർവമായ ഒരു പാട്ടാണ്. വലിപ്പം കൊണ്ട് മാത്രമല്ല, അതിൻ്റെ സ്വഭാവം കൊണ്ടെന്ന് പറയുന്നത്. ഇതൊരു ആരാധനാ ഗീതമായിട്ട് രൂപപ്പെട്ടതല്ല, മറിച്ച് ഈ മോക്ഷപ്രയാണ യാത്രികർ അവരുടെ ഗാനമായിട്ടാണ് ഇത് രൂപപ്പെട്ടിരിക്കുന്നത്. അതെ അതെ, മോക്ഷപ്രയാണ ഗാനം അദ്ദേഹം അതിന് കൊടുത്തിരിക്കുന്ന ശീർഷകം തന്നെ. സാധു കൊച്ചുഞ്ഞുദേശിക്ക് ഒരു പ്രസ്ഥാനമുണ്ടായിരുന്നു, തെന്നിന്ത്യ മോക്ഷ പ്രയാണ സംഘം എന്നാണ് അതിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ഈ മോക്ഷയാത്രികനാണ് സ്വയം വിശേഷിപ്പിക്കുകയും മറ്റുള്ളവരെ ആ മോക്ഷയാത്രയ്ക്ക് വേണ്ടി ഒരുക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ദൈവനിയോഗമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഈ മോക്ഷ പ്രയാണ സംഘം എന്ന് പറയുന്നത്, തെന്നിന്ത്യ മോക്ഷ പ്രയാണ സംഘം എന്ന് പറയുന്നത്. അതിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ഡിസംബർ മാസം അവസാനം കലയപുരത്ത് വെച്ച് ഒരു കൺവെൻഷൻ നടക്കാറുണ്ട്. മോക്ഷപ്രയാണ മഹായോഗം എന്നാണ് എൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ അതിന് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഇദ്ദേഹത്തിൻ്റെ സംഘത്തിൽപ്പെടുന്ന വിശ്വാസികൾ കാൽനടയായിട്ട് വന്ന് പോകുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ അവർ പോകുന്ന വഴിക്ക് പാടുന്ന പാട്ടാണ് ഈ മോക്ഷപ്രയാണ സംഘം എന്ന് പറയുന്നത്. ഇതല്ല, വേറെ പാട്ടുകളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ചാക്കോസ് സന്യാസി പറഞ്ഞ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്താത്തൊരു പാട്ടെൻ്റെ മനസ്സിൽ വരുന്നത്, യേശുവേ ശരണം, ശരണമെൻ്റെ യേശുവേ, കാൽവറി മലയെ ശരണമെൻ്റെ യേശുവേ, ഗാഗുൽത്ത കുന്നേ ശരണമെൻ്റെ യേശുവേ എന്ന് പറയുന്നത്. നമ്മളൊരു ശരണം വിളിക്കുന്ന അതിൻ്റെ അതേ സ്വഭാവത്തിലുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു ഗാനം എഴുതപ്പെട്ടിരിക്കുന്നത് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അവിടെ കൺവെൻഷൻ യോഗത്ത് മാത്രമല്ല, യുഗാന്ത മിഷൻ എന്ന പേരിലൊരു പ്രസ്ഥാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പറയുന്നു. അപ്പോൾ അത് ഇതിൻ്റെ എല്ലാ ഉദ്ദേശം എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവരെ ക്രിസ്തുവിൻ്റെ യിലേക്ക് ഒരുക്കിയെടുക്കുക, തങ്ങളുടെ ദൈവനിയോഗമായി സ്വീകരിച്ചവരാണ്. അദ്ദേഹം ഗൃഹസ്ഥാശ്രമി ആയിരുന്നുവെങ്കിലും 30 വയസ്സിന് തൊട്ട് മുൻപായിട്ട് അദ്ദേഹം സന്യാസത്തിലേക്ക് വന്നൊരു വ്യക്തിയോടാണ് എന്ന് പറയുമ്പോൾ ഗൃഹസ്ഥാശ്രമത്തിൽ ഭാര്യയുമായിട്ട് പറഞ്ഞ് അദ്ദേഹം ഒത്ത് ഈ ഒരു ജീവിതത്തിലേക്ക് വരികയാണ് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ പലരും സന്യാസിമാരായിരുന്നു. അവർ സാധാരണഗതിയിൽ കാവി വസ്ത്രം ധരിക്കത്തില്ല, ഒരു കാവി നേരിത് പുതയ്ക്കും. പക്ഷേ ഗൃഹസ്ഥാശ്രമി ആയിരുന്നുകൊണ്ട് ഉദ്ദേശി വെള്ള നേരിതേ ഉപയോഗിക്കുമായിരുന്നുള്ളൂ. അതുപോലെ തന്നെ സന്യാസിനിമാരും അവിടെ ഉണ്ടായിരുന്നു. കലയപുരത്തെ സന്യാസിനി സമീപകാലത്ത് വരെ ജീവിച്ചിരുന്നു, ഏലിയാമ്മ സന്യാസിനി എന്ന പേരിൽ. യുഗാന്ത മിഷൻ്റെ ആദ്യത്തെ പ്രവർത്തകൻ എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് കൗതുകം തോന്നും, അത് ശ്രീ ജോർജ് കാക്കനാടനാണ്. അദ്ദേഹം എന്ന് പറയുന്നത് നമ്മുടെ പ്രശസ്തനായ ആധുനിക സാഹിത്യകാരൻ കാക്കനാടൻ്റെ പിതാവാണ്. അപ്പോൾ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അനുയായിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ സംഘത്തെ അദ്ദേഹം രൂപപ്പെടുത്തിയിരുന്നു ഈ പ്രേക്ഷിത ശുശ്രൂഷയുടെ ഭാഗമായി. അപ്പോൾ അവർക്ക് ആലപിക്കാൻ വേണ്ടി എഴുതിയ വളരെ ദീർഘമായ, പ്രത്യേകിച്ച് ഒരു തീർത്ഥാടനമാണെന്നില്ല, തീർത്ഥയാത്രയിൽ പാടുന്നതിന് വേണ്ടി എഴുതിയ പാട്ടാണ് ഈ ഞാൻ മോക്ഷപട്ടണം പോകുന്നു, കൂടെ മുൻപിലുണ്ട് യേശു, കൂടെ മുൻപിലുണ്ട് യേശു, യേശു യേശു കൂടെ മുൻപിലുണ്ട് യേശു എന്ന് പറയുന്നത്. അച്ഛാ, ഈ സംഘം ഇപ്പോഴും, ഈ മോക്ഷപ്രയാണ സംഘം ഇപ്പോഴും നിലവിലുണ്ടോ? ഇത് ഈ പദയാത്ര ഇപ്പോഴും നടക്കുന്നുണ്ടോ? ഇല്ല, പക്ഷേ കലയപുരം കൺവെൻഷൻ ഇപ്പോഴും ഉണ്ട്. കൺവെൻഷൻ ഇപ്പോഴും അതൊരു കൺവെൻഷനായിട്ട് മാറി. പക്ഷേ നേരത്തെ ഉള്ള ആ സ്വഭാവത്തിലുള്ളതല്ല, കാരണം അങ്ങനെ ഒക്കില്ലല്ലോ. സന്യാസിയുടെ കാലത്തോടുകൂടെ അത് ആ രീതിയിൽ സ്വഭാവം മാറി. ഇപ്പോൾ അത് ഒരു കൺവെൻഷനായിട്ട് ഇപ്പോഴും എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ അവിടെ നടക്കുന്നുണ്ട്. ശരി അച്ഛാ, നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം. ഞാൻ മോക്ഷപട്ടണം പോകുന്നു, എൻ കൂടെ മുൻപിലുണ്ടേശു, യേശു യേശു എൻ കൂടെ മുൻപിലുണ്ടേശു, പോകുക നാശത്തിൻ പട്ടണമെൻ കൂടെ മുൻപിലുണ്ടേശു, യേശു യേശു എൻ കൂടെ മുൻപിലുണ്ടേശു, വഴിയിൽ പേടിയിൽ ഒന്നിനുമെൻ കൂടെ മുൻപിലുണ്ടേശു, യേശു യേശു എൻ കൂടെ മുൻപിലുണ്ടേശു. പഴികൾ ദുഷികൾ പറഞ്ഞിടുമെൻ കൂടെ മുൻപിലുണ്ടേശു, യേശു
കടക്കണമെൻ കൂടെ മുൻപിലുണ്ടേശു. യേശു യേശു എൻ കൂടെ മുൻപിലുണ്ടേശു. സിയോൻ കാഴ്ചകൾ കാണണമെൻ കൂടെ മുൻപിലുണ്ടേശു. യേശു യേശു എൻ കൂടെ മുൻപിലുണ്ടേശു. ജയത്തിൻ ഭേരികൾ മുഴക്കണമെൻ കൂടെ മുൻപിലുണ്ടേശു. യേശു യേശു എൻ കൂടെ മുൻപിലുണ്ടേശു. കടലും നമുക്ക് വഴി തരും കൂടെ മുൻപിലുണ്ടേശു. യേശു യേശു എൻ കൂടെ മുൻപിലുണ്ടേശു. കപ്പുകൾ മദ്ദളം കൊട്ടണം കൂടെ മുൻപിലുണ്ടേശു. യേശു യേശു എൻ കൂടെ മുൻപിലുണ്ടേശു. ആപത്തുകാലത്തു വന്നിടിൽ കൂടെ മുൻപിലുണ്ടേശു. യേശു യേശു എൻ കൂടെ മുൻപിലുണ്ടേശു. ക്ഷാമങ്ങൾ ദാരിദ്ര്യം വന്നിടിൽ കൂടെ മുൻപിലുണ്ടേശു. യേശു യേശു എൻ കൂടെ മുൻപിലുണ്ടേശു. വിശന്നു തളരാതപ്പമായി എൻ കൂടെ മുൻപിലുണ്ടേശു. യേശു യേശു എൻ കൂടെ മുൻപിലുണ്ടേശു. വഴിക്കു കുടിപ്പാൻ വെള്ളവും എൻ കൂടെ മുൻപിലുണ്ടേശു. യേശു യേശു എൻ കൂടെ മുൻപിലുണ്ടേശു. യേശു യേശു എൻ കൂടെ മുൻപിലുണ്ടേശു. പക്ഷെ അതുപോലെ മറ്റൊരു ഗാനമാണ് ദൈവ കരുണയിൻ ധനമാഹാത്മ്യം. വളരെ സാഹിത്യ സമ്പുഷ്ടമായൊരു ഗാനമാണ്. ആ ഗാനത്തെക്കുറിച്ച് നമ്മളൊന്ന് അതിലൂടെ പോവുകയാണെങ്കിൽ അച്ഛൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയായിരിക്കും? ആരാണിത് എഴുതിയത്? അതിനെക്കുറിച്ച് വല്ല നിശ്ചയമുണ്ടോ? നമ്മുടെ പഴയ പാട്ടുകളിലൊന്നാണ് ഈ പാട്ടെന്ന് പറയുന്നത്. അതെ. രചയിതാവിനെ സംബന്ധിച്ച് പേര് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. ഐ ജോൺ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അതെ. പാട്ട് കേൾക്കുമ്പോൾ ക്രൂശിലെ സ്നേഹത്തെക്കുറിച്ച് വളരെ അഗാധമായ ബോധ്യമുള്ള ഒരു ഭക്തനാണ് ഇത് രചിച്ചതെന്ന് നമുക്ക് ബോധ്യമാകും. അതെ. ഈ മലയാളത്തിലെ ക്ലാസിക് ഗാനങ്ങളെ കുറിച്ച് ഉൾപ്പെടുത്താവുന്ന ഒരു പാട്ടാണ്. ഇടക്കാലത്ത് വന്ന പാട്ടുകൾ രീതിയിലുള്ളതല്ല. അതിനേക്കാൾ കുറെ കൂടെ അർത്ഥപരമായ സാന്ദ്രതയുള്ള ഒരു പാട്ടാണ്. കുരിശിനെക്കുറിച്ചാണ്. കുരിശാണ് വിഷയം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു ബുദ്ധിമുട്ടിപ്പം ഇതുപോലെ ഐ ജോൺ എന്ന് പറയുന്ന ഈ രചയിതാവ് ആരാണെന്ന് നമുക്ക് നിശ്ചയമില്ലെന്നുള്ളതാണ്. ഇത് ക്രൈസ്തവ ഭക്തി ഗാനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവരെ അലട്ടുന്നൊരു പ്രധാന പ്രശ്നമാണ്. ഒരുപാട് ഗാനങ്ങൾ പ്രത്യേകം നല്ല ഗാനങ്ങൾ ഇത് ആരെഴുതിയും നിശ്ചയമില്ലാതിരിക്കുക. അപ്പോൾ ഇത് ഒരു ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കാരണം നമ്മൾ മുമ്പ് തന്നെ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ ഗാനം ഒരു പക്ഷേ അവരുടെ അമിതമായ വിനയം കൊണ്ട് അല്ല അമിതമായ ഭക്തി സമർപ്പണം കൊണ്ട് ദൈവത്തിന് മാത്രമേ മഹത്വം കൊടുക്കാവൂ, ഒരു വ്യക്തി അതിന് എനിക്ക് മഹത്വത്തിൻ്റെ ആവശ്യമില്ല എന്ന് കണ്ടുകൊണ്ടായിരിക്കണം അവർ ഈ പേര് ചേർക്കാതിരിക്കുന്നത്. എന്നാൽ പിന്നെ കൺവെൻഷൻ യോഗങ്ങളിലൂടെ ചുണ്ടുകളിൽ നിന്ന് കാതുകളിൽ നിന്ന് വീണ്ടും ചുണ്ടുകളിലേക്ക് ഇങ്ങനെ പകർന്ന് കിട്ടിയിരിക്കുന്നത് കൊണ്ടാണ് എഴുതി പറയുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ഈ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ വളരെ അർത്ഥ ഗൗരവമുള്ള ഒരു പാട്ടാണ്. കുരിശിൻ്റെ മാഹാത്മ്യം, അതിൻ്റെ ധനമാഹാത്മ്യം എൻ്റെ നാവാൽ എനിക്ക് വർണ്ണിക്കാനായിട്ടാവതാണോ? അല്ല, ഇതാണ് ഇത് പറയുമ്പോൾ എൻ്റെ നാവ് കൊണ്ട് വർണ്ണിക്കുക. അത് പണ്ട് കവികളുടെ ഒരു രീതിയാണ്. അനന്തന് പോലും വർണ്ണിപ്പാനായിട്ട് സാധ്യമല്ല എന്ന് കവികൾ പറയാറുണ്ട്. എന്ന് പറയുന്ന പോലെ കുരിശിൻ്റെ മാഹാത്മ്യം എനിക്ക് വർണ്ണിപ്പാൻ എൻ്റെ ഈ നാവിന് കരുത്തു പോരാ, എൻ്റെ തൂലികയ്ക്ക് കരുത്തു പോരാ. അപ്പോൾ അത് എന്ന് ക്രിസ്തുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട്, ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് രചിച്ചിരിക്കുന്ന ഒരു നല്ല പാട്ടാണ്. അച്ഛാ, ഈ പഴയ കാല ഗാനരചയിതാക്കളും പിന്നീട് ഇങ്ങോട്ടുള്ള ഗാനരചയിതാക്കളും ഇവരുടെ ഈ എഴുത്ത് ശൈലിയെക്കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ ഒരു വ്യത്യാസത്തെക്കുറിച്ച് എങ്ങനെ നമുക്ക് വിവരിക്കാനായിട്ട് കഴിയും? ഈ ആദ്യകാല രചനകളിൽ പലതും മുമ്പേ ഞാൻ പറഞ്ഞ വളരെ അർത്ഥസാന്ദ്രതയുള്ളതാണ്. അതെ. അതുപോലെ തന്നെ അവർക്കൊരു രാഗബോധം
താളബോധവും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിൽക്കാലത്ത് വന്നവർ ഒരു പരിധിവരെ പറഞ്ഞാൽ ഈ 50കളിലും മറ്റും കേരളത്തിൽ പ്രചരിച്ച നാടക ഗാനങ്ങളുടെയും മറ്റും അത് കുറേ പോപ്പുലറാണല്ലോ പറയുന്നത്. ഈ വലിയ കുടീരങ്ങളെ എന്ന് പറയുന്ന പാട്ടിലൊക്കെ പാടുമ്പോൾ അപ്പോൾ അതിൻ്റെ അത് ആളുകളെ വളരെ പൊതുജനത്തെ ആകർഷിച്ചതാണ്. അപ്പോൾ ആ ഒരു ശൈലി അറിഞ്ഞോ അറിയാതെ അവരുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ നാടക ഗാനങ്ങളുടെയും ഒരു പരിധി സിനിമാ ഗാനങ്ങളുടെയും. അത് കുറ്റമായിട്ട് പറയുകയല്ല, ആളുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആ ലാംഗ്വേജാണ് നല്ലതെന്ന് അവർക്ക് തോന്നി. അതുകൊണ്ടായിരിക്കണം അവരങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യകാലത്ത് അങ്ങനെയല്ല, അവർ ഇതിനെല്ലാം രാഗബോധമുണ്ട്, താളബോധമുണ്ട്, ഒരു കർണാടക സംഗീതത്തോട് ഒരു താല്പര്യം, ഇതിന് പോലും അതുണ്ട്. നമ്മളിപ്പോൾ എന്ന ദൈവകരുണയും ധന മഹാത്മ്യം എന്ന് പറയുന്ന പാട്ടിന് പോലും ഒരു കർണാടക സംഗീതത്തോടൊരു യോജിപ്പുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഒരിക്കലും പുതിയ പാട്ടല്ല, ഒരു പഴയ പാട്ടാണ്. എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം, പഴയ കാല ഗായകർ രചയിതാക്കൾ എന്ന് പറഞ്ഞാൽ അവർ ഈ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അഗാധമായ സാഹിത്യ പാണ്ഡിത്യം അല്ലെ അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു. ഇന്ന് വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ സാഹിത്യത്തെക്കുറിച്ച് വേണ്ടുന്ന ബോധ്യമോ അത് പ്രയോഗിക്കേണ്ട രീതിയോ ഇന്ന് അവർക്ക് അധികം ഇല്ല എന്ന് തന്നെ പറയാം. അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഗാനം. വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് സാർ പറഞ്ഞത്. കാരണം അവർക്ക് ഒരു പക്ഷേ 4ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ വരെ പഠനം ഉണ്ടായിരിക്കും. പക്ഷേ അവർ അക്കാലത്ത് ഉള്ള കാവ്യ പാരമ്പര്യവുമായിട്ട് നല്ല ബന്ധം അന്നത്തെ കുട്ടികൾ കിട്ടിയിരുന്നു. നല്ല അക്ഷര വ്യക്തത, ഭാഷാശുദ്ധി. അപ്പോൾ ഇത് അവർക്കുണ്ടായിരുന്നു. കാരണം അവർക്ക് അത് പ്രത്യേകിച്ച് ഈ പോപ്പുലറായിട്ടുള്ള മാധ്യമങ്ങളെന്നുള്ള കാലം അവരുടെ ആ കാലമല്ല. അതുകൊണ്ട് ആശാന്മാരിൽ നിന്നോ ഗുരുക്കന്മാരിൽ നിന്നോ കിട്ടിയിരുന്നുള്ള പദശുദ്ധിയും അക്ഷരശുദ്ധിയും അക്ഷര വ്യക്തതയും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. കുറെ കൂടെ ഭാഷാജ്ഞാനം അവർക്കുണ്ടായിരുന്നു. അതല്ല, സംസ്കൃതത്തോടും കുറേ സ്നേഹമുള്ള കാലം. തീർച്ചയായിട്ടും സംസ്കൃതത്തോട് കുറെ കൂടെ കൂറുകൂടി, പ്രത്യേകിച്ച് സംസ്കൃതം കൂടെ പ്രയോഗിച്ചെങ്കിൽ മാത്രമേ കവിതയ്ക്ക് ഗൗരവം കിട്ടുമെന്ന് ചിന്തിച്ച കാലവുമാണ്. അതെ, ഞാനൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ചെറുപ്പകാലം വരെയും സംസ്കൃതം എന്ന് പറയുന്ന ഭാഷ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് സംസ്കൃതം ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പം ഇല്ലയെന്നാണ് എൻ്റെ ഒരു ചിന്ത. ഏതായാലും നമുക്ക് അച്ഛാ ഈ ഗാനം ഒന്ന് കേൾക്കാം.
മാധുര്യം നിറഞ്ഞ ചില ഗാനങ്ങളിലൂടെ നമ്മൾ ഇന്ന് സഞ്ചരിച്ചു. മറ്റ് മനോഹരങ്ങളായ ചില ഗാനങ്ങളുമായി അടുത്ത ആഴ്ചയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. ഞാൻ മോക്ഷപട്ടണം പോകുന്നു, എൻ കൂടെ മുൻപിലുണ്ടേശു. യേശു യേശു എൻ കൂടെ മുൻപിലുണ്ടേശു. പോകുക നാശത്തിൻ പട്ടണമെൻ കൂടെ മുൻപിലുണ്ടേശു. യേശു യേശു എൻ കൂടെ മുൻപിലുണ്ടേശു. വഴിയിൽ പേടിയില്ലൊന്നിനുമെൻ കൂടെ മുൻപിലുണ്ടേശു. യേശു യേശു എൻ കൂടെ മുൻപിലുണ്ടേശു. പഴികൾ ദുഷികൾ പറഞ്ഞിടും